ടെക്നോളിസ്റ്റിക്കിന്റെ പുതിയ വീട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ഒരു എർഗണോമിക് മെഷെയർ ആണ്. നമ്മൾ പല ടൈപ്പ് കസേരകൾ കണ്ടിട്ടുണ്ട്. ഇതുപോലെ തടി കസേരകളുണ്ട്, പ്ലാസ്റ്റിക് കസേരകളുണ്ട്. അതൊക്കെ നമുക്കൊരു ബേസിക് കംഫർട്ടാണ് തരുന്നത്. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ കാണുന്നത് ബേസിക് ഓഫീസ് ചെയർസ് ആണ്. നമുക്ക് കുഷ്യനൊക്കെ വെച്ചിട്ടുള്ള ടൈപ്പ് ഓഫീസ് ചെയർസ്, നമുക്ക് ഹൈറ്റ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാം, അങ്ങനത്തെ ഒരു ഓഫീസ് ചെയർസ് ആണ്. പിന്നെ നമുക്ക് വരുന്നൊരു ചെയറാണ് ഈ എർഗണോമിക് മെഷെയർ എന്ന് പറയുന്നത്. എർഗണോമിക് ടൈപ്പ് ചെയർസ് എന്ന് വെച്ചാൽ നമുക്ക് ദീർഘനേരം ഇരുന്ന് വർക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു ഡിസ്കംഫോർട്ട് ഫീൽ ചെയ്യാതെ ഇരുന്ന് വർക്ക് ചെയ്യാൻ വേണ്ടിയുള്ളതാണ് എർഗണോമിക് മെഷെയർ. എർഗണോമിക് മെഷെയറിന്റെ ഏറ്റവും പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഇതിന് എല്ലാ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ ഇരിക്കുന്ന ആളുടെ കംഫർട്ട് അനുസരിച്ച് നമുക്ക് പല പൊസിഷനിൽ പല രീതിയിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് പല ബ്രാൻഡുകളുടെ പല രീതിയിലുള്ള മെഷേഴ്സ് ഉണ്ട്. 10,000 തൊട്ട് ലക്ഷങ്ങൾ വരെയുള്ള മെഷേഴ്സ് ഉണ്ട്. ഇത് ഞാൻ ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചത്. ആമസോണിൽ ഇപ്പൊ ഇതിനൊരു ഓഫർ കിടപ്പുണ്ട്. ഇതിന്റെ ശരിക്കുള്ള വില 19,000 രൂപയാണ്. ഇപ്പൊ നമുക്കൊരു 13,000 രൂപയ്ക്ക് നമുക്ക് ഇത് വാങ്ങിക്കാൻ പറ്റും. ആമസോൺ ചോയ്സിൽ കിടക്കുന്ന ഒരു ഓപ്ഷനാണ് ഇത്. ടിക്കോവ എന്ന് പറഞ്ഞാണ് ഇതിന്റെ ബ്രാൻഡ്. ഞാൻ നാട്ടിൽ ഉപയോഗിച്ചിട്ടുണ്ട്. നാട്ടിൽ ഞാൻ വേറൊരു ബ്രാൻഡാണ് ഫ്ലിപ്കാർട്ടിൽ വാങ്ങിച്ചത്. എന്തായാലും നാട്ടിൽ വെച്ചാണ് ഫസ്റ്റ് ടൈം യൂസ് ചെയ്തത്. അപ്പൊ എനിക്ക് നല്ല കംഫർട്ടായിട്ട് തോന്നി. കാരണം IT ഫീൽഡിൽ അതുപോലെ ഓഫീസിലൊക്കെ ഒത്തിരി നേരം വർക്ക് ചെയ്യുന്നവർക്ക് അറിയായിരിക്കും. നമുക്ക് കുറെ നേരം വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ഇവിടുത്തെ കഴുത്തിന് വേദന ഉണ്ടാവും, ഷോൾഡർ പെയിന്, അതുപോലെ നമുക്ക് നടുവിന് ഈ ഒരു ഭാഗത്ത് വേദന, അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളുണ്ടാവും. പക്ഷെ നമ്മൾ ഈ എർഗണോമിക് ചെയർസ് ഒക്കെ ഉപയോഗിച്ച് കഴിയുമ്പോൾ നമുക്ക് ഒത്തിരി മാറ്റം വരും. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഒരെണ്ണം ഇവിടെ വന്നിട്ട് വാങ്ങിക്കാന്ന് വിചാരിച്ചത്. അപ്പൊ നമുക്ക് എന്തായാലും ഇത് അൺബോക്സ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇനിയിപ്പോ നമ്മള് ഫുള്ള് അസംബിൾ ചെയ്തെടുക്കണം. അസംബിൾ ചെയ്യാനുള്ള മാനുവലാണ് ഇത്. ഇതിന്റെ ആമാണ്, ഇതിന്റെ സെന്റർ പീസ് ആണ് തോന്നുന്നു. ഹെഡിന്റെ പീസാണ്. അടുത്ത ആം പീസ് ആണ്. പാക്കിംഗ് കുഴപ്പമില്ല, നന്നായിട്ട് ബബിൾ കവറൊക്കെ ഇട്ട് പാക്ക് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ചെയറിന്റെ അടിയിൽ നമ്മൾ ഇരിക്കുന്ന പോർഷന്റെ അടിയിൽ പിടിപ്പിക്കാനുള്ളതാണ്. ഇത് നമ്മൾ ഇരിക്കുന്ന ഒരു പോർഷനാണ്. ഇത് നമ്മൾ ചാരി ഇരിക്കുന്ന പോർഷൻ. നമ്മളെ ലെഗ് പിടിപ്പിക്കാനുള്ള പീസസ് ആണെന്ന് തോന്നുന്നു. ലെഗിന്റെ പീസസ് ആണ് ഇതിനകത്ത്. എന്താ നോക്കാം. നമ്മുടെ ചക്രങ്ങൾ, വീലിന്റെ ചക്രങ്ങളാണ്. നമ്മുടെ സെൻട്രലിലെ പീസാണ് കേട്ടോ. നല്ല ഹെവി വെയിറ്റ് ആണ്. ഇത് സ്ക്രൂസ്, നട്ട്സ് ഒക്കെയാണ്. അപ്പൊ ഫസ്റ്റ് നമുക്ക് ലെഗ് കണക്ട് ചെയ്യാം. അപ്പൊ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പിലും നമുക്ക് ലെഗ്സ് എല്ലാം കണക്ട് ചെയ്തിട്ട്, ഇപ്പൊ നമ്മൾ ലെഗ്സ് കണക്ട് ചെയ്തിട്ടുണ്ട്. M6 സ്ക്രൂ ഇട്ടിട്ട് നമുക്കത് ടൈറ്റ് ചെയ്യണം. അല്ലെങ്കിൽ വെച്ചിട്ടാണ് ടൈറ്റ് ചെയ്യുന്നത്. നട്ട് ബോൾട്ട് മുറുക്കി. ഇനിയിപ്പോ നമുക്ക് ഇതിന്റെ വീൽസ് പിടിപ്പിക്കാം. സിമ്പിളായിട്ട് ചുമ്മാ ഇങ്ങനെ പ്രസ് ചെയ്ത് വെച്ചാണ്. നമ്മള് വീൽസ് ഒക്കെ പിടിപ്പിച്ചിട്ടുണ്ട്. ഈ കവർ വെക്കുക. അപ്പൊ നമ്മുടെ ബേസ്മെന്റ് സെറ്റ് ആയിട്ടുണ്ട്. ഇത് നമ്മുടെ ഗ്യാസ് ലിഫ്റ്റ് വെക്കുക. ഇത് നമുക്ക് സ്റ്റെപ്പ് 3 ചെയ്യാനുള്ളത്. സ്റ്റെപ്പ് 3 നമുക്ക് ഇനിയും ഈ 2 ആംറസ്റ്റ് നമ്മുടെ ആ സീറ്റിൽ പിടിപ്പിക്കണം. അപ്പൊ അത് നമുക്ക് ചെയ്യാം. ഇതാണ് നമ്മുടെ 2 ആംറസ്റ്റ്. ഇനിയിപ്പോ ആംറസ്റ്റ് നമുക്ക് ഇതിൽ ടൈറ്റ് ചെയ്യാം. എവിടെയാണ് നമുക്ക് ടൈറ്റ് ചെയ്യാവുന്നത്. ഇനി നമുക്ക് അടുത്ത ആംറസ്റ്റ് ടൈറ്റ് ചെയ്യാം. അങ്ങനെ നമ്മൾ 2 ആംറസ്റ്റ് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു മെക്കാനിസം പിടിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ സീറ്റിന്റെ ഫ്രണ്ട് ഇങ്ങോട്ടാണ്, ഒരു അര കിടപ്പുണ്ട്. ഇതിന് ഈ ഒരു ഭാഗം ഇതിന്റെ ബാക്കിലോട്ട് വരുന്ന രീതിയിലാണ് നമ്മൾ പിടിപ്പിക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് തന്നതിനകത്ത് 2 ടൈപ്പ് സ്ക്രൂ ഉണ്ടായിരുന്നു. നമ്മൾ ചെറിയ സ്ക്രൂ ഇട്ടിട്ടാണ് നമ്മൾ ഇപ്പൊ ഇതുവരെയുള്ള മുറുക്കിയത്. ഇതും അത് തന്നെയാണ്. അപ്പൊ നമുക്ക് അതിട്ടോ നമുക്ക് മുറുക്കി എടുക്കാം. സ്ക്രൂ ഒക്കെ മുറുക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ ചാരി ഇരിക്കുന്ന ആ ഒരു പോർഷൻ നമുക്കത് പിടിപ്പിക്കണം. ടൈറ്റ് കൊടുക്കാണ്ട് ഇതിങ്ങനെ ചെരിച്ച് വെച്ചിട്ട് ഇതിങ്ങനെ കയറ്റി ഇങ്ങനെ ലോക്ക് ചെയ്ത് വെച്ചാൽ മതി. ഇത് വലിയ സ്ക്രൂ ഇട്ട് മുറുക്കണം. 3 എണ്ണം നമ്മൾ ഒന്ന് മുറുക്കി കൊടുക്കാം. ഇനി ഈ ബേസിന്റെ മുകളിലോട്ട് നമുക്ക് ഇതിന് വെച്ച് കൊടുക്കാം. ഇനിയിപ്പോ നമുക്ക് ഹെഡിന്റെ സംഭവം ഒന്ന് വെച്ച് കൊടുക്കാം. നമ്മുടെ ഹെഡിന്റെ സംഭവം വെച്ച് കൊടുത്തപ്പോ നമ്മുടെ കസേര റെഡി ആയിട്ടുണ്ട്. ഇരുന്ന് നോക്കാം, കുഴപ്പമില്ല. അപ്പൊ നമ്മുടെ കസേര സെറ്റ് ആയിരിക്കുകയാണ്. ഇതിന്റെ ഫസ്റ്റ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ എണീറ്റിട്ട് കഴിഞ്ഞാൽ ഫുൾ ഹൈറ്റ് ആയി. ഇപ്പൊ നമുക്ക് ഇരുന്നിട്ട് നമുക്ക് എന്തോരം ഹൈറ്റ് അനുസരിച്ച് നമ്മൾ ഇത് അഡ്ജസ്റ്റ് ചെയ്യുന്നതുണ്ടോ നമുക്കിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഉള്ളത് ഇതിന് ചാരി ഇരിക്കുന്ന മെക്കാനിസം ഉണ്ട്. നമുക്കിത് എന്തോരമാണ് നമുക്കിത് ചാരി ഇരിക്കേണ്ടത് അതനുസരിച്ച് നമുക്ക് ഇങ്ങനെ ചാരി നിന്നിട്ട് ഇതിങ്ങനെ അകത്തോട്ട് കയറ്റി വെച്ച് കഴിഞ്ഞാൽ അതങ്ങനെ ലോക്കായിട്ട് അങ്ങനെ ഇരിക്കും. പിന്നെ നമ്മുടെ കൈയുടെ ഇതാണ്. ഇവിടെ ഒരു ലോക്ക് ഉണ്ട്. അതങ്ങനെ പ്രസ് ചെയ്തിട്ട് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ കൈ ഇങ്ങനെ ഹൈറ്റ് നമുക്ക് എന്തോരം ഉണ്ടോ അത് അഡ്ജസ്റ്റ് ചെയ്യാൻ വിട്ട് കഴിഞ്ഞാൽ അത് ലോക്കായിട്ട് അവിടെ ഇരിക്കും. പിന്നെ നമുക്ക് ഇതുണ്ടോ, ഇതിങ്ങനെ ടിൽറ്റ് ചെയ്ത് വെക്കാം. നമുക്ക് എന്തോരാണ് ഇരിക്കേണ്ടത് അതനുസരിച്ച് നമുക്കിത് നേരെ വെക്കാം. അകത്തോട്ട് നമുക്ക് ഇങ്ങനെ അകത്തോട്ട് വെക്കാം,
പുറത്തോട്ട് വേണം, നമുക്ക് പുറത്തോട്ട് പോകാം. പിന്നെ അതുപോലെ തന്നെ ഇതുണ്ടോ, ഇതിങ്ങനെ മുന്നോട്ടും പുറത്തോട്ട് എന്തോ വേണം എന്ന് വെച്ചിട്ട് ഇതിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നീട് ഇതുണ്ടോ, ഇതിന്റെ ഒരു സംബന്ധിച്ച് ലംബർ സപ്പോർട്ട് പറയാം, നമ്മുടെ ഈ നടുവിനെ സപ്പോർട്ട്. അപ്പൊ അതിനകത്ത് ഈ ഇതാണ് അത് കാണാം, ഇവിടെ ഇതുണ്ട്, ഇവിടെ ചെറിയ പീസ് ഉണ്ട്. ഇത് നമുക്ക് ഇങ്ങനെ എന്തോരം അകത്തോട്ട് പുഷ് ചെയ്തിരിക്കണം, എന്തോരം പുറത്തോട്ടാണുള്ളത് നമുക്ക് ഇവിടെ വെച്ചിട്ട് ഇതിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം. ഇതുണ്ട്, ഇതിങ്ങനെ നമ്മൾ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിങ്ങനെ ലൂസ് ആയിട്ട് ഇതുണ്ട്, ഇങ്ങോട്ട് അടുത്തടുത്ത് വരും. നമ്മളിത് ലൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിങ്ങനെ ഈ മെഷ് ടൈറ്റ് ആണ്. ഇതുണ്ട്, ഇത് ഇങ്ങോട്ട് ടൈറ്റ് ആണ്. പിന്നെയുള്ളത് നമുക്ക് ഹെഡ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഹെഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിത് വെറുതെ ഇങ്ങനെ പൊക്കിയാൽ മതി. അത് വെച്ചിട്ട് നമുക്ക് ഇതിന്റെ നമ്മുടെ ആൾക്കാരുടെ ഹൈറ്റ് അനുസരിച്ച് ഹെഡ് റെസ്റ്റിന്റെ പൊസിഷൻ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ ഇതുണ്ട്, ഇതിങ്ങനെ ഫുൾ ഇങ്ങനെ ടിൽറ്റ് ചെയ്യാം. നമുക്ക് എന്തോ വേണമെന്ന് അനുസരിച്ച് നമുക്ക് ഇങ്ങനെ ടിൽറ്റ് ചെയ്ത് വെക്കാം. അപ്പം നമ്മുടെ വീഡിയോ ഏകദേശം വൈൻഡപ്പ് ആക്കുകയാണ്. അപ്പം എല്ലാവരും ഇതുപോലെ ഒരു എർഗണോമിക് ചെയർ വാങ്ങിക്കുക, നല്ല പീസോട് റെസ്റ്റ് ചെയ്തിരിക്കുക. നമ്മുടെ നടുവിനൊക്കെ നല്ല ഗുണം ചെയ്യും. നമ്മൾ ഇങ്ങനത്തെ ചെയർ വാങ്ങിച്ചാൽ നമുക്ക് ഈ നടുവിനെ കറക്റ്റ് പൊസിഷൻ അനുസരിച്ച് നമുക്ക് ഇത് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. അതുപോലെ തന്നെ നമ്മളിപ്പം വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പൊസിഷൻ, കംഫർട്ടായ പൊസിഷൻ നമ്മളിങ്ങനെ ഇരിക്കുക, നമ്മളിങ്ങനെ വർക്ക് ചെയ്യുക. അതിനുശേഷം നമുക്കൊരു കുറച്ചൊക്കെ മടത്തിൽ കഴിയുമ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ചാരിക്കിടന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് ഇങ്ങനെ ചാരിക്കിടന്ന് റെസ്റ്റ് ചെയ്യാം. അപ്പൊ നമുക്ക് അടുത്തൊരു വീട്ടിലെ കണ്ടുകൂട്ടാം. അതുവരെ സ്റ്റേ ട്യൂൺ വിത്ത് ക്ലീൻ സ്റ്റാക്ക്.